ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഹിസ്റ്ററി പ്രോഗ്രാമിലെ സെക്കൻഡ് സെമ്മിലെ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകത്തിലെ 4th മോഡ്യൂളിൽ വരുന്ന ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇർഫാൻ ഹബീബ് is an Indian historian of ancient and medieval India, following the methodology of Marxist historiography in his contribution to economic history. He identified as a Marxist and is well known for his strong stance against Hindutva and Islamic fundamentalism. അപ്പോൾ ഇർഫാൻ ഹബീബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ മെത്തഡോളജി. അതേപോലെ തന്നെ എക്കണോമിക് ഹിസ്റ്ററിയിലും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാം. മാർക്സിസ്റ്റ് ചരിത്രകാരൻ എന്ന പേരിലാണ് പ്രധാനമായിട്ടും ആരറിയപ്പെടുന്നത്? ഇർഫാൻ ഹബീബ് അറിയപ്പെടുന്നത്. Irfan Habib, born 1931, is one of the greatest Marxist historian of India. His father was Muhammad Habib, a Marxist historian and an ideologue belonging to the Communist Party of India, Marxist. അപ്പോൾ ഇർഫാൻ ഹബീബ് ജനിച്ചത് എപ്പോഴാണ്? 1931 ജനിച്ചത്. ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മുഹമ്മദ് ഹബീബാണ്. എ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ ആൻഡ് ഐഡിയോലോഗ്. ഐഡിയോലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യയശാസ്ത്രം അല്ലേ? ഐഡിയോലോഗ് ബിലോങ്ങിങ് ടു ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. Irfan Habib path-breaking book, The Agrarian System of Mughal India, quarried the rich documentary material available for the period in an effort to establish the main method of surplus extraction and the main feature of class structure. He concluded that the main exploiting classes was the ruling nobility, that the zemindar stood for the junior coshayers. The peasantry was highly differentiated with the village community as an instrument of sub-exploitation, and finally that the caste system ensured the presence of large population of landless labor. ഇർഫാൻ ഹബീബ് പാത്ത് ബ്രേക്കിംഗ് ബുക്കാണ് അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഖനനം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് റിച്ച് ആയിട്ടുള്ള ഡോക്യുമെൻ്ററി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതായത് പ്രധാനമായിട്ടും സർപ്ലസ് എക്സ്ട്രാക്ഷൻ. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിച്ചമൂല്യം. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർതിരിച്ചെടുക്കൽ അല്ലേ? മിച്ചമൂല്യത്തെ വേർതിരിച്ചെടുക്കൽ. അപ്പോൾ കാൾ മാർക്സിൻ്റെ സിദ്ധാന്തവുമായിട്ട് അത്രയധികം ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിയറിയാണ് അദ്ദേഹത്തിൻ്റേത്. മെയിൻ ഫീച്ചർ ഓഫ് ക്ലാസ് സ്ട്രക്ചർ. പ്രധാനമായിട്ടും ക്ലാസ് സ്ട്രക്ചറാണ്. ക്ലാസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ വിവിധ തട്ടുകളായിട്ട് തരംതിരിക്കുന്ന, ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്ന ആ ക്ലാസ് സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സർപ്ലസ് എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്നത്. He concluded that the main exploiting class was the ruling nobility. പ്രധാനമായിട്ടും എക്സ്പ്ലോയിറ്റിംഗ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് നൊബിലിറ്റിയാണ്, നോബിൾസ്. That the zemindar stood forth as junior coshayers. ഏറ്റവും മുകളിലെ രാജാവ്, അത് കഴിഞ്ഞാൽ നോബിൾസ് ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമീന്ദാർസ് എന്നിങ്ങനെ സമൂഹത്തെ വിവിധ ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ സെമീന്ദാർ സ്റ്റുഡ് ഫോർത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിന്നു. എന്തായിട്ടാണ് നിന്നത്? ആസ് ജൂനിയർ കോഷെയേഴ്സ്. എന്താ കോഷെയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സഹ ഓഹരികൾ ഏറ്റുവാങ്ങുന്ന പ്രധാനപ്പെട്ട ചൂഷകരായിട്ട് ആര് നിലനിന്നു? സെമീന്ദാർസും നിലനിന്നു. ദ പെസൻട്രി വാസ് ഹൈലി ഡിഫറൻഷിയേറ്റഡ് വിത്ത് ദ വില്ലേജ് കമ്മ്യൂണിറ്റി ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സബ് എക്സ്പ്ലോയിറ്റേഷൻ.
സബ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപചൂഷണം അല്ലേ? ഉപചൂഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ട് വില്ലേജ് കമ്മ്യൂണിറ്റി നിലനിന്നു. ആൻഡ് ഫൈനലി ദ കാസ്റ്റ് സിസ്റ്റം എൻഷ്വേർഡ് മീൻസ് ഉറപ്പാക്കി ദ പ്രസൻസ് ഓഫ് ലാർജ് പോപ്പുലേഷൻ ഓഫ് ലാൻഡ്ലെസ് ലേബർ. ഭൂമിയില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സൃഷ്ടിക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ഈ ക്ലാസ്സിൻ്റെ വിവിധ ഉന്നത തലത്തിലുള്ള ആളുകൾ നടത്തുന്ന ചൂഷണവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി. The surplus ended circulation in the form of commodities, and so the natural economies was confined to subsistence needs within the village. The pressure of revenue led to an agrarian crisis which generated the peasants' revolt. These last often came under Seminda's leadership or assumed a religious garb. Such a picture was closer to Marx's Asiatic mode, with allowance made for the commodity production and limited landed property and the existence of class struggle in one form or another. What such a mode should be called is open to question. Among them, the works by Irfan Habib are particularly remarkable in the range of scholarship and imagination. അപ്പോൾ സർപ്ലസ് എൻഡേഡ് സർക്കുലേഷൻ ഇൻ ദ ഫോം ഓഫ് കമ്മോഡിറ്റീസ്, മിച്ചമൂല്യം വരുന്ന ഉൽപ്പാദനത്തിലെ മിച്ചമൂല്യം വരുന്ന ആ ഒരു സർപ്ലസ് ഉണ്ടാവുമല്ലോ, അത് സർക്കുലേഷൻ ഇൻ ദ ഫോം ഓഫ് കമ്മോഡിറ്റീസിൻ്റെ രൂപത്തിൽ അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് സോ ദ നാച്ചുറൽ എക്കോണമി വാസ് കൺഫൈൻഡ് മീൻസ് ഒതുക്കുക, ടു സബ്സിസ്റ്റൻസ് നീഡ്സ് വിതിൻ ദ വില്ലേജ്. അതായത് ഉപജീവനത്തിന്, സബ്സിസ്റ്റൻസ് നീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഉപജീവനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു നാച്ചുറൽ ഇക്കോണമി ക്രിയേറ്റ് ചെയ്യുകയും ആ നാച്ചുറൽ ഇക്കോണമിയിൽ അവിടെയുള്ള ജനങ്ങൾ ഒതുങ്ങിക്കൂടുകയും ചെയ്തു. അങ്ങനെ ഒരു വില്ലേജ് സിസ്റ്റം, വില്ലേജ് എക്കോണമി ഇവിടെ വളർന്നു വരികയും ചെയ്തു. ദ പ്രഷർ ഓഫ് റവന്യൂ ലെഡ് ടു ആൻ അഗ്രേറിയൻ ക്രൈസിസ്. അതായത് റവന്യൂ കളക്ട് ചെയ്യുന്ന രീതി അത് അഗ്രേറിയൻ ക്രൈസിസിന് കാരണമായി. വിച്ച് ജനറേറ്റഡ് പെസൻറ്റ് റിവോൾട്ട്. എന്താ പെസൻറ്റ് റിവോൾട്ട്? കർഷക കലാപങ്ങൾ അല്ലേ? കർഷക കലാപങ്ങൾക്കും ഇത് കാരണമായി. These last often came under Seminda's leadership or assumed a religious garb. Assumed means എന്താണ്? അനുമാനിക്കുക. അപ്പോൾ ഈ കർഷക കലാപങ്ങളൊക്കെ ഉണ്ടായി. ഈ കർഷക കലാപങ്ങൾ ഉണ്ടാവാൻ കാരണം നോബിൾസിൻ്റെയും സെമീന്ദാർസിൻ്റെയും ഒക്കെ ചൂഷണമാണ്. അത് മതപരമായ ഒരു പരിവേഷവും കൂടെ അതിന് ലഭ്യമായപ്പോൾ ആ ഒരു കലാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി. സച്ച് എ പിക്ചർ വാസ് ക്ലോസർ ടു മാർക്സ് ഏഷ്യാറ്റിക് മോഡ്, with allowance made for commodity production and limited landed property and the existence of class struggle in one form or another. അപ്പോൾ ഈ ഒരു സിസ്റ്റം കാൾ മാർക്സിൻ്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ആ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് അലവൻസ് മെയ്ഡ് ഫോർ കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, കമ്മോഡിറ്റി പ്രൊഡക്ഷന് ലഭ്യമാവുന്ന അലവൻസുകൾ, ആൻഡ് ലിമിറ്റഡ് ലാൻഡഡ് പ്രോപ്പർട്ടി. എല്ലാവർക്കും ഭൂമിയുണ്ടോ? ഇല്ല. സമൂഹത്തിലെ വിവിധ തട്ടുകളായി തരംതിരിച്ച് അതിൽ ഭൂമി ഉള്ളവനും ഭൂമി ഇല്ലാത്തവനും എന്നൊക്കെ പറഞ്ഞ് രണ്ട് തട്ടുകളായിട്ടാണ് സമൂഹത്തെ തരംതിരിച്ചിരുന്നത്. അപ്പോൾ ലിമിറ്റഡ് ലാൻഡഡ് പ്രോപ്പർട്ടി ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അപ്പോൾ ഭൂമി ഉള്ളവനും ഭൂമി ഇല്ലാത്തവനും ഒക്കെ നിലനിൽക്കുന്ന ആ സമൂഹത്തിലെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ക്ലാസ് സ്ട്രഗിളുകൾ ഉണ്ടാവും ഇൻ വൺ ഫോം ഓർ അനദർ. ഇതാണ് ഏഷ്യാറ്റിക് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാൾ മാർക്സിൻ്റെ ഏഷ്യാറ്റിക് മോഡ് വളരെയധികം ആരുടെ തിയറിയുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഇർഫാൻ ഹബീബിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇർഫാൻ ഹബീബിൻ്റെ തിയറി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് തിയറിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. What such a mode should be called is open to question. Among them, the works by Irfan Habib are particularly remarkable in the range of scholarship and imagination. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാരുടെയൊക്കെ ഇടയിൽ ഇർഫാൻ ഹബീബിൻ്റെ രചനകൾ എന്ന് പറയുന്ന ഒരു റിമാർക്കബിൾ റേഞ്ച് ഉള്ളതാണ്. സ്കോളർഷിപ്പും അതേപോലെ ഇമാജിനേഷൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ വളരെയധികം ഉയർന്ന തരത്തിലുള്ള ഒന്നാണ്
ഇർഫാൻ ഹബീബിൻ്റെ രചനകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇർഫാൻ ഹബീബിൻ്റെ കൃതികളിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സർപ്ലസ് വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ കമ്മോഡിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിലെ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇർഫാൻ ഹബീബ് ഈസ് റിലേറ്റഡ് ടു മാർക്സ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു അനുമാനത്തിൽ എത്താം. ഈ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർക്കിടയിൽ ഇർഫാൻ ഹബീബ് ആർ പർട്ടിക്കുലർലി റിമാർക്കബിൾ ഇൻ ദ റേഞ്ച് ഓഫ് സ്കോളർഷിപ്പ് ആൻഡ് ഇമാജിനേഷൻ. His study of Mughal economy, the agrarian system of Mughal India 1963, has acquired the status of classic. In this book, he argues that the basic contradictions in the late medieval period was between the centralizing rule class state and the peasantry. But there were other contradictions also between the state and the zemindars, between the untouchables and the rest of the society, and between the tribes and the encroaching caste peasantry. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ദ മുഗൾ എക്കോണമി, ഹി സ്റ്റഡി ഓഫ് ദ മുഗൾ എക്കോണമി, ദ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ. അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി അത് എപ്പോഴും പബ്ലിഷ് ചെയ്തത് 1963 പബ്ലിഷ് ചെയ്തത്. ഹാസ് അക്വേർഡ് മീൻസ് ഏറ്റെടുക്കുക. എന്താ ഏറ്റെടുത്തത്? ദ സ്റ്റാറ്റസ് ഓഫ് എ ക്ലാസിക്, അതായത് ഒരു ക്ലാസിക്, ഒരു പൗരാണിക കാലത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിൽ ഒരു കൃതി പോലെയുള്ള ഒരു സ്റ്റാറ്റസ് ആയിരുന്നു ദ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇൻ ദിസ് ബുക്ക് ഹി ആർഗ്യൂസ് ദാറ്റ് ദ ബേസിക് കോൺട്രാഡിക്ഷൻസ് ഇൻ ദ ലേറ്റ് മിഡീവൽ പീരീഡ് വാസ് ബിറ്റ്വീൻ ദ സെൻട്രലൈസിങ് റൂളിംഗ് ക്ലാസ് ആൻഡ് ദ പെസൻട്രി. അതായത് അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ, ഏത് കൃതിയിൽ? ദ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം പറയാണ് കുറേ കോൺട്രാഡിക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലേറ്റ് മിഡീവൽ പീരീഡിൽ എങ്ങനെയുള്ള കോൺട്രാഡിക്ഷനാണ് കാണപ്പെടുക? കുറേ ക്വാറൽസ്, അതായത് ദ സെൻട്രലൈസിങ് റൂളിംഗ് ക്ലാസ്, അത് സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റും പെസൻട്രിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ബട്ട് ദർ വർ അതർ കോൺട്രാഡിക്ഷൻ ഓൾസോ between the state and the zemindars. സ്റ്റേറ്റും പെസൻട്രിയും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതേപോലെ സ്റ്റേറ്റും ജമീന്ദാർസും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ട്. ബിറ്റ്വീൻ ദ അൺടച്ചബിൾ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അൺടച്ചബിൾസ്, തൊട്ടുകൂടാൻ ഉള്ള, അപ്പോൾ അത് അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ജാതീയതയെ, അല്ലേ? ജാതീയതയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ബിറ്റ്വീൻ ദ ട്രൈബ്സ് ആൻഡ് എൻക്രോച്ചിങ് കാസ്റ്റ് പെസൻട്രി. ട്രൈബുകൾ തമ്മിലും, അതേപോലെ എൻക്രോച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? കയ്യേറ്റം ചെയ്യുക. ഇവിടെ ആരെ കയ്യേറ്റം ചെയ്യുന്നത്? ദ പെസൻട്രിയുടെ കാസ്റ്റിനെ ഒക്കെ ഇവിടെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. Among all these, Habib argued the drive for tax revenue may be regarded as the basic motive force. Land revenue sustained the large urban sector, but the pressure for higher collection devastated the country, antagonized zemindars, whose own share of surplus was thereby affected, and drove the peasants to rebellion. This book on medieval Indian history was followed by other important contribution in the form of an atlas of the Mughal Empire and his edited book, The Cambridge Economic History of India, Volume 1. Apart from these, several books and articles including Caste and Money in India, Interpreting Indian History, and the Essays in Indian History Towards the Marxist Perception, explore and comment on various periods of Indian history. അപ്പോൾ ഇർഫാൻ ഹബീബിൻ്റെ രചനകൾ നോക്കുന്ന സമയത്ത് നമുക്കതിലൊരു ബേസിക് മോട്ടീവ് ഫോഴ്സ് കാണാൻ കഴിയും. ഭൂനികുതിയുമായി ബന്ധപ്പെട്ട അർബൻ സെക്ടറിൽ നിലനിൽക്കുന്ന ഭൂനികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ബട്ട് ദ പ്രഷർ ഫോർ ഹയർ കളക്ഷൻ ഡിവാസ്റ്റേറ്റഡ് ദ കൺട്രി. അപ്പോൾ ഈ ഭൂനികുതി പിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് അത് ഡിവാസ്റ്റേറ്റ് ചെയ്തു രാജ്യത്തിനെ. ഡിവാസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തകർത്ത് കളഞ്ഞു, രാജ്യത്തെ തകർത്ത് കളഞ്ഞു.
ആൻറ്റഗോണൈസ്ഡ് ജമീന്ദാസ് ഹൂസ് ഓൺ ഷെയർ ഓഫ് സർപ്ലസ് വാസ് ദെർബൈ എഫക്റ്റഡ്. അപ്പോൾ ആ ജമീന്ദാസിനെയും അത് എഫക്റ്റുകളായി. ആൻറ്റഗോണൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിരോധികളാക്കി. ജമീന്ദാസിനെയും ഈ ടാക്സ് കളക്ഷൻ വിരോധികളാക്കി മാറ്റി. ആൻഡ് ഡ്രോവ് ദ പെസൻസ് ടു റിബല്യൻ. അപ്പോൾ ഈ ജമീന്ദാസിനെതിരായിട്ടും അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹയസ്റ്റ് അതോറിറ്റിക്ക് എതിരായിട്ടും ആര് കലാപം നടത്താൻ തീരുമാനിച്ചു? പെസൻസ് കലാപം നടത്താനായിട്ട് തീരുമാനിച്ചു. This books on medieval Indian history was followed by other important contribution in the form of an atlas of the Mughal Empire and his edited book The Cambridge എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം 1. അപ്പോൾ ഒരുപാട് കൃതികൾ ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലാസിക്കുകളായിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ കരുതുന്നത്. ദ കേംബ്രിഡ്ജ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം 1 അതെപ്പോഴാണ്? 1982. എപ്പാർട്ട് ഫ്രം ദീസ് ഹി സെവറൽ ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് കാസ്റ്റ് ആൻഡ് മണി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് കാസ്റ്റ് ആൻഡ് മണി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതെപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 1987. ഇൻ്റർപ്രറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി അതെപ്പോഴാണ്? 1988. ആൻഡ് എസ്സേയ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ടുവേർഡ്സ് എ മാർക്സിസ്റ്റ് പെർസെപ്ഷൻ അത് 1995. എക്സ്പ്ലോർ ആൻഡ് കമൻറ്റ് ഓൺ വേരിയസ് പീരീഡ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ വേരിയസ് പീരീഡ്സിനെ കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും ഇർഫാൻ ഹബീബിൻ്റെ ഈ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുഗൾ എക്കോണമിയെക്കുറിച്ചാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പഠനം നടത്തിയത്. ദ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ ഹാസ് അക്വയർഡ് ദ സ്റ്റാറ്റസ് ഓഫ് ക്ലാസിക്. പിന്നെ അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കലാപങ്ങളെ കോൺട്രാഡിക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ വരുന്നത്. അത് റൂളിംഗ് ക്ലാസ്സസും പെസൻട്രിയും തമ്മിലും പിന്നെ സ്റ്റേറ്റും സെമീന്ദാർസും തമ്മിലും അതേപോലെ തന്നെ സ്റ്റേറ്റും സെമീന്ദാർസും ഒരു ഭാഗത്ത് പെസൻട്രി വേറൊരു ഭാഗത്ത് അങ്ങനെയുള്ള എൻക്രോച്ചിങ് ആയിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടാക്സ് കളക്ഷൻ ഒരു രാജ്യത്തെ തകർക്കുന്നത് എന്ന് ഇത്തരത്തിലുള്ള കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പെസൻറ്റ് റിവോൾട്ടിൻ്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് ഏതൊക്കെ ഘടകങ്ങളാണ് പെസൻസിനെ റിവോൾട്ട് നടത്താനായിട്ട് പ്രേരിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ, പിന്നെ ഏതാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ തന്നെ അറ്റ്ലസ് ഓഫ് ദ മുഗൾ എംപയർ, അതേപോലെ ദ കേംബ്രിഡ്ജ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം 1, അതേപോലെ കാസ്റ്റ് ആൻഡ് മണി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇൻ്റർപ്രറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് എസ്സേസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ടുവേർഡ്സ് എ മാർക്സിസ്റ്റ് പെർസെപ്ഷൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരിൽ എക്കണോമിക് ഹിസ്റ്റോറിയൻസിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ്. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്